രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ആദിലെ നൂറയാണ്. എല്ലാവർക്കും അറിയാം, അവരെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് അവരുടെ റിലേഷനിലാണ്. അവരുടെ റിലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്, സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ട്. റിലേഷനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾക്കുള്ള അതേ റൈറ്റ്സ് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് അവരുടെ റിലേഷനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുണ്ട്. അത് മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതാണ് നിൽക്കട്ടെ. ഇവിടുത്തെ വിഷയം അതല്ല. മലബാർ ഫൈസൽ ഖാന്റെ ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഈ ആദിലയും നൂറയും പങ്കെടുത്തിരുന്നു. പരിപാടിയൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ആ പരിപാടിക്ക് ശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തിരുന്നു. അവർ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു അറിവും എനിക്ക് മുൻകൂട്ടി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം ആദിലയും നൂറയും കുറിച്ച് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടും മാതാപിതാക്കളെ പരസ്യമായി ധിക്കരിച്ചുകൊണ്ടും എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. സമൂഹ മധ്യത്തിൽ പരസ്യമായി താറടിച്ചും ജീവിക്കുന്ന എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ആ പറഞ്ഞത് വളരെ മോശമായി. അതിനെ മുന്നേ പറഞ്ഞ 2 കാര്യങ്ങൾ അയാൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, ശരിയാണ്. പക്ഷെ ആ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷെ മൂന്നാമത് പറഞ്ഞ ആ താറടിച്ച് ജീവിക്കുന്ന എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. വിഷയം അതല്ല. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ക്ഷണം സ്വീകരിച്ചോ, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഏൽപ്പിച്ച ആളുകളുടെ ക്ഷണം സ്വീകരിച്ചോ വന്നിട്ടുള്ള 2 കുട്ടികളായിരിക്കും ഇവര്. അല്ലാതെ വിളിക്കാത്ത പരിപാടിക്ക് എന്തായാലും ഇപ്പൊ ആ കുട്ടികൾ പോകില്ല. മറ്റുള്ള ഗസ്റ്റിനെ പോലെയല്ല. ഇവരെ 2 പേരെയും സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവരോട് 2 പേരോടും അദ്ദേഹത്തിന് ഒരു വിധത്തിലുള്ള താല്പര്യമില്ലാന്ന്. അദ്ദേഹം പറഞ്ഞതും ശരിയായിരിക്കും. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള അറിവോടെ സമ്മതത്തോടെ ഒന്നും ആയിരിക്കില്ല ഇവരെ 2 പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ 10 ആളെ അറിയപ്പെടുന്ന എല്ലാ ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇവരെയും ക്ഷണിച്ചു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള 2 ആളുകൾ എന്ന നിലയ്ക്കെങ്കിലും അവരെ അപമാനിച്ച് വിടാതിരിക്കായിരുന്നു. അതിനുള്ള ഒരു മര്യാദയെങ്കിലും ഒരു മനസ്സെങ്കിലും അദ്ദേഹത്തിന് കാണിക്കായിരുന്നു. സ്വർണ്ണ കച്ചവടക്കാരനായാലും കൂലിപ്പണിക്കാരനായാലും ആരായാലും അന്തസ്സും അഭിമാനവും എല്ലാവർക്കും ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അങ്ങേയറ്റം മോശമാണ്. മാപ്പ് പറയേണ്ട കാര്യങ്ങളാണ്, പിൻവലിക്കേണ്ട കാര്യങ്ങളാണ്.